ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ഷന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു Q&A വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു Q&A വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലും ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് സംസാരിക്കാനുണ്ടല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ കുറച്ച് റാൻഡം ക്ലിപ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ചില പിള്ളേരൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, അതായത് ക്യാൻസർ പറയാൻ അങ്ങനെ ഭയങ്കര ഒരു തൊര ഉണ്ടാക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ ക്രമത്തിലൊന്നല്ലായിരുന്നു കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. ആദ്യം കണ്ട ക്വസ്റ്റ്യൻസ് അങ്ങനെ എഴുതി പിന്നെ അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഞാൻ എഴുതി വെച്ചത് പ്രകാരമായിട്ടോ ഞാൻ ആൻസേഴ്സ് പറയുന്നത്. പിന്നെ ഇതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം അത് നമ്മൾ പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാം അതായത് ഒറ്റ തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്നെ പറയാട്ടോ, ഞാൻ ഷന്ന, എൻ്റെ വീട് മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും പഠിക്കുകയാണ് കേട്ടോ. നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് മതി ജോബ് എന്നുള്ളൊരു മൈൻഡായിട്ട് എനിക്ക്. കാരണം നമുക്ക് പഠിക്കാൻ ഇപ്പോഴും ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാരണം പഠിക്കുന്ന സമയത്തത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നെ ലൈഫിൽ ഒരിക്കലും കിട്ടില്ല. ജോബിനൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കൂടെ തിരക്കായിട്ട് പോകും. മാക്സിമം കിട്ടുന്ന ചാൻസുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ പുതിയൊരു കോഴ്സിന് ചേർന്നിട്ടുള്ളത്. അതെന്താ കോഴ്സ് എന്നുള്ളതൊക്കെ എന്നെ വഴിയെ പറയാട്ടോ, കാരണം അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിന് വാട്ട്സ് യുവർ ആംബിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും എന്താ പറയുക, അതിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതായത് 2024 മുമ്പായിരുന്നു എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിനെ കുറിച്ചിട്ട്, എന്തായിരിക്കും ഇനി മുമ്പോട്ട്, ഞാൻ ഇനി എന്താകാനാ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ +2 കഴിഞ്ഞ് DED ചെയ്തു. അപ്പോൾ DED എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. നമ്മൾ LP UP സ്കൂൾ ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള, കാരണം നമുക്ക് ആ കോഴ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കൂളിൽ വർക്കിന് കയറാൻ പറ്റും. എൻ്റെ ഉമ്മയും ഉപ്പയും ടീച്ചേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് അവർ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്നെ അതിന് കൊണ്ടുപോയിട്ടത്. പക്ഷേ എനിക്കതിന് താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും ചേർന്നല്ലോ, ഫീസ് കൊടുത്ത് പഠിക്കുന്നല്ലോ വെച്ചിട്ട് നമ്മൾ അതിനൊരു ആത്മാർത്ഥത കാണിക്കണമല്ലോ. നമ്മൾ ഇനിയിപ്പോൾ താല്പര്യമില്ലാത്ത കോഴ്സാണെങ്കിലും വിചാരിച്ചിട്ട് ഞാനത് എൻജോയ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാനൊരു കാര്യത്തിനോട് പെട്ടെന്ന് യൂസ്ഡ് ആവും. അപ്പം അങ്ങനെ യൂസ്ഡ് ആയി കോഴ്സിനോട് പിന്നെ എനിക്ക് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 3 വർഷം ഡിഗ്രി ചെയ്തു ലിറ്ററേച്ചർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്തത് സ്കൂളിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ നമ്മൾ സീറ്റൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 2024 ജൂണിൽ സ്കൂളിൽ ടീച്ചറായിട്ട് കയറാമെന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പിന്നെ നമ്മൾ ലണ്ടനിൽ പോയതും കാര്യങ്ങളും. പിന്നെ ലണ്ടനിൽ പോയി ലണ്ടനത്തെ ആ ഒരു വൈബ് കണ്ടപ്പോൾ പിന്നെ എനിക്ക് നാടേ വേണ്ട എന്നുള്ളൊരു മൈൻഡായിട്ടോ ഗൈസ്. എനിക്ക് നാട്ടിൽ സെറ്റിൽ ആവേണ്ട, എങ്ങനെയും ലണ്ടനിൽ സെറ്റിൽ ആയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ട് വന്നു. കാരണം എൻ്റെ ഒരു വൈബിന് പറ്റിയൊരു പ്ലേസ് ആയിരുന്നു ലണ്ടൻ. അപ്പോൾ എനിക്ക് അത് ഒന്നുകൂടി ഇഷ്ടമായി. പിന്നെ നാട്ടിൽ വന്നപ്പോൾ സ്കൂളിൽ നിന്ന് അവർ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാപ്പയുടെ അടുത്ത് പറയും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ടീച്ചേഴ്സിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളാട്ടോ. ആ ജോബിനോട് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ. പക്ഷേ ഞാനൊരു ടീച്ചർ ആവുന്നതിൽ എനിക്ക് എന്തൊരു താല്പര്യമില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കോഴ്സിന് ചേർന്നതിന് ശേഷം. എല്ലാവരുടെ അടുത്ത് പറഞ്ഞത് നിനക്ക് പറ്റിയ കോഴ്സല്ല, തീ അതിന് ചേർന്നിട്ട് ഈ ഭയങ്കരമായിട്ട് ഒതുങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഒരു വൈബിന് പറ്റിയൊരു കോഴ്സല്ല ടീച്ചിങ്. അപ്പോൾ പിന്നെ എന്തോ എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ലാത്ത പോലെ ഇങ്ങനെ ആയി വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുവരെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു അടുത്തത് എന്താണെന്നുള്ളത്, അതായത് ടീച്ചർ ആകും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇതല്ല, ഭയങ്കര ശൂന്യാവസ്ഥയിൽ ഇനി എന്ത് ചെയ്യുക കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ലണ്ടനിൽ പോയിട്ട് സെറ്റിൽ ആവണമെന്നല്ല, അവിടെ പോയിട്ട് എന്ത് തേങ്ങ ചെയ്യുക എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ഹസ്ബൻഡിന് ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ ആംബിഷനെ കുറിച്ചിട്ട് ചോദിച്ചാലുള്ള അവസ്ഥ കേട്ടോ. ഭയങ്കര പരിതാപകരമാണെന്ന് എനിക്കറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഞാനൊരു K-pop സ്റ്റാൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല കേട്ടോ, എനിക്ക് K-popനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തോ തീരെ ഒരു വൈബില്ല K-pop. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഹു ഗേവ് യു മണി ടു ബൈ ദീസ് മച്ച് എസ്തെറ്റിക് എക്സ്പെൻസീവ് തിങ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോക്കറ്റ് മണി ഓർ സംതിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ഫാദർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അതായത് നമ്മുടെ മാതിരി ഭ്രാന്തികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ ക്യൂട്ട് സ്റ്റഫ്സ് വാങ്ങുക, കുറേ അതൊക്കെ വാങ്ങിക്കൂട്ടുന്നൊരു സ്വഭാവം ഉണ്ട് എനിക്ക്. അപ്പോൾ ആളെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആളുടെ ഒരു വാദം. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു വൈബും നമ്മളൊരു ക്രേസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, സ്വാഭാവികം. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം ഇങ്ങനെ പൈസ തരുമായിരുന്നു. പിന്നെ എന്നെ ചീത്ത പറയാൻ തുടങ്ങി, എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് വാങ്ങിച്ചു കൂട്ടുന്ന അത് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്കും ബാഡ് അടിച്ച്. പിന്നെ ഞാനൊരു സ്മോൾ ബിസിനസ് ഓൺടർപ്രണർ ആണ് കേട്ടോ. അതായത് ഞാനൊരു 2017 ആ ഒരു ടൈം മുതൽ ഞാൻ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്, ലൈക്ക് സ്ക്രാപ്പ് ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ വർക്ക്സ് ഞാൻ സെയിൽ ചെയ്തൊക്കെ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൂട്ടും. ഒരു വിധത്തിൽ അതാണ് കേട്ടോ നല്ലത്. നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതിന് ട്രൈ ചെയ്യുക. എന്നാൽ നമുക്ക് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യും. നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളോട് താല്പര്യം വന്ന് തുടങ്ങും. നമുക്ക് വീട്ടുകാരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്താണോ കഴിവുള്ളത് നമ്മൾ സ്വയം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് അത് നമുക്കൊരു മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്ക്രാപ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഞാൻ ഫോറിൻ ക്രാഫ്റ്റേഴ്സ് ഇൻസ്പയർഡ് ആയിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ഉണ്ട്, പിന്നെ എൻ്റെ ഷെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ ഞാനൊരു വിൻറ്റേജ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്ത് കൊടുക്കും, ഒന്നിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വർക്ക്സ് ആട്ടോ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിൻ്ററൊക്കെ ഞാൻ അതുപോലെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു എൻ്റെ പ്രിൻ്റർ. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും
എൻ്റെ പ്രിൻ്റർ. എന്താ പറയുക, ഒരു നിധി പോലെ ഞാൻ കാക്കുന്നത്. അത്രയ്ക്ക് ഒരു പ്രിയപ്പെട്ടതാണ് എൻ്റെ പ്രിൻ്റർ. അപ്പോൾ എൻ്റെ പോക്കറ്റ് മണി ഉണ്ട് ഞാൻ എൻ്റെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ. പിന്നെ എൻ്റെ ഫാദർ കൊണ്ട് കൊടുക്കുക, പിന്നെ ഉമ്മ സാലറി കിട്ടുമ്പോൾ ഒരു മന്ത്ലി 500 കാര്യങ്ങളൊക്കെ അങ്ങനെ തരും, എനിക്കും അനിയനും അനിയത്തേക്കും ഒക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഒരു കൂട്ടി വെക്കുക, അതിന്നൊക്കെ ഓരോന്ന് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള് ആളെന്നായിരുന്നു അധികം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആളുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ എന്നെ ഹാപ്പി ആക്കുന്നത് അത് നീ ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് സാധനം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കുക, ഇത് വാങ്ങിച്ചാലോ, അങ്ങനെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൾ നോ എന്ന് പറയലില്ല. നിനക്ക് വേണോ, ഓന്ന് വാങ്ങിച്ചോ, അത് വേണോ, ഓക്കെ വാങ്ങിക്കാലോ, അങ്ങനെ ഒരു വൈബാണ് ആൾ. അപ്പോൾ ഞാൻ എന്ത് പറയുന്ന സാധനങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരാറുണ്ട് കേട്ടോ. പിന്നെ ഞാനും അങ്ങനെ ഓവറായിട്ട് ഇപ്പം അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അതിക്ക് വേണം ഇത് വേണം അങ്ങനെയൊന്നും പറയാറില്ല. എനിക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ആളുടെ അടുത്ത് പറയാറുള്ളൂ കേട്ടോ. കാരണം ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് വാങ്ങിച്ചു തരുമെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് പൈസ നമ്മൾ കളയല്ലേ. അപ്പോൾ നമ്മൾ അത് പാടില്ല, പൈസ നമ്മൾ സേവ് ചെയ്യും വേണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ എസ്തെറ്റിക്സിന് പിന്നിലുള്ള സ്റ്റോറി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, ഞാൻ ഇതൊക്കെ എവിടെ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിലാണെങ്കിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അങ്ങനെ പലയിടത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് കുറേ നമ്മുടെ നാട്ടിലുള്ള എജുമാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ അത് തയ്ക്കുക എവിടെയെങ്കിലും ഇങ്ങനെ രസമുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും. പിന്നെ കൂടുതലായിട്ട് അതായത് ഒരു ഫോറിൻ ടൈപ്പിലേക്കുള്ള എസ്തെറ്റിക് സാധനങ്ങളൊക്കെ കിട്ടിയത് ഞാൻ ലണ്ടനിൽ പോയ സമയത്തായിരുന്നു. അവിടെ പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ടിമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നമ്മുടെ ഇന്ത്യയിൽ സർവീസ് ഇല്ല. സോ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചിലതൊക്കെ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അതിലൊക്കെ ഓരോന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക്, അതായത് ഓരോ വീഡിയോസ് അതിൻ്റെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലേ കിട്ടും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യന് വാട്ട്സ് യുവർ പാഷൻ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ക്രാഫ്റ്റിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രാഫ്റ്റിങ്ങിൽ DIYs അല്ല കേട്ടോ, ഇങ്ങനത്തെ നമ്മുടെ സ്ക്രാപ്പ് ബുക്കിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡിസൈനിങ്ങും, അതായത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ, പിന്നെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ, അതായത് ഫാഷനോട് കുറച്ചും കൂടെ പാഷനേറ്റ് ആണ് ഞാനെന്ന് തോന്നും സംടൈംസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എൻ്റെ ക്യാമറ ഏതാണ്, പിന്നെ എഡിറ്റിംഗ് ആപ്പ്, ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാമറ ഞാൻ എൻ്റെ ഫോൺ ക്യാമറ തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ iPhone 15 Pro ആണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ HD 30 FPS ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ 4K 16 ഉണ്ട്, പക്ഷെ അതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഭയങ്കര MB കൂടും, അല്ലെങ്കിൽ ഫോണിൽ സ്പേസ് ഇല്ല, ഒരുപാട് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ HDയിലാണ് എടുക്കാറുള്ളത്. പിന്നെ അടുത്തത് എഡിറ്റിംഗ് ആപ്പ്, ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇൻഷോട്ടിലാണ് കേട്ടോ എഡിറ്റ് ചെയ്യൽ. കാരണം എനിക്ക് അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻഷോട്ട് മാത്രമാണ്. എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യൽ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ടാണ്, വേറെ ആപ്സ് ഒന്നും യൂസ് ചെയ്യലില്ല. പിന്നെ ഇതിലിങ്ങനെ, അതായത് നമ്മൾ ഫ്രെയിംസ് കൊടുക്കൂലേ, ഇപ്പോൾ ഈ ക്യാമറൻ്റെ അതായത് റെക്കോർഡ് അങ്ങനത്തെ, അതിന് വേണ്ടിയിട്ട് ഞാൻ VLO എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൽ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യാറുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയാൻ ഇൻഷോട്ടാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ റൂമിലത്തെ എല്ലാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ 4 കർട്ടുണ്ട് റൂമിൽ, ആ 4 ഞാൻ ഓപ്പൺ ചെയ്ത് വിൻഡോസ് ഒക്കെ ഓപ്പൺ ആക്കിയേക്കും മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഞാൻ ഐഫോണിൽ എഡിറ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഐഫോണിൽ പ്രൈമറി എഡിറ്റ്സ് ഉണ്ടാവില്ലേ, ബ്രൈറ്റ്നസ് കൂട്ടുക, കോൺട്രാസ്റ്റ് കുറക്കുക, ഹൈലൈറ്റ് കൂട്ടുക, സാച്ചുറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ലൈറ്റിംഗ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ അധികം ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടാറുണ്ട്, എന്നാലേ കുറച്ചുകൂടെ വെളിച്ചം കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ എഡിറ്റിംഗ് ആപ്പും എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ എഡിറ്റിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആകെ ഒരു ഫോണേ ഉള്ളൂ. പിന്നെ എൻ്റെ പഴയ ഫോൺ ചത്ത് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക്, അതായത് ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫോണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കാം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, ഞാൻ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഏതാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് കേട്ടോ പഠിക്കുന്നത്. 1 ഇയറിൻ്റെ കോഴ്സാണ്. അപ്പോൾ എന്തോ എനിക്ക് പണ്ടും നല്ല താല്പര്യമുള്ളൊരു കോഴ്സായിരുന്നു, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു കോഴ്സ്, ഫാഷൻ ഡിസൈനിങ്. പിന്നെ ഞാൻ ലണ്ടനിൽ പോയപ്പോഴായിരുന്നു അവിടുത്തെ ഫാഷൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടി സ്റ്റൈലിങ്, ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് പഠിച്ച് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ടാണ് നാട്ടിൽ ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് എന്തോ ഞാൻ വിചാരിച്ച പോലെ ഒരു ഫാഷൻ ഡിസൈനിങ് അല്ല എന്നൊക്കെ തോന്നിയപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയൊരു താല്പര്യക്കുറവുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, സെറ്റാകും. അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ട്രാക്കിൽ കയറാൻ കുറച്ച് ടൈം എടുക്കും. അത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റാവും. ഇൻഷാ അല്ലാഹ് സെറ്റാവട്ടെ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഹോം പ്ലേസ് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മലപ്പുറം ജില്ലയിൽ രാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പിന്നത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ഹോബീസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ. ഹോബീസൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ DIY പ്രോജക്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തതല്ല. DIY പ്രോജക്റ്റിനോടേക്ക് വല്ലാണ്ട് ഒരു താല്പര്യമില്ല. ഇങ്ങനെ നമ്മൾ ഈ സ്ക്രാപ്പ് ബുക്കിംഗ്, കാർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലൊക്കെ കുറിച്ച് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ സിനിമ കാണാൻ ഇഷ്ടമാണ്, സീരീസ് കാണാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഓരോ വീഡിയോസ് യൂട്യൂബിൽ കാണാൻ ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ അധികം, അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഓരോന്ന്, അതായത് നമുക്ക് അതിൽ കാണേണ്ട ആവശ്യമില്ല, പക്ഷേ കേൾക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഓരോ വീഡിയോസ് അങ്ങനെ പ്ലേ ചെയ്തിട്ട് അതങ്ങനെ കേൾക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ ഓരോ വ്യക്തികളുണ്ടാവില്ല, അവരുടെ ഒരു കാര്യത്തിനെ കുറിച്ച് അവരുടെ ഒരു നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഓരോ വീഡിയോസ് ചെയ്യില്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ സെൽഫിനെ സ്നേഹിക്കേണ്ട ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്കറിയാത്ത കാര്യങ്ങൾ കൂടെ അവർ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന്
ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു പുതിയ അറിവായിരിക്കാം. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ എടുക്കുക. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഡ്രാമാസ് കാണും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ആയിട്ടോ എൻ്റെ ഹോബീസായിട്ട് ഞാൻ ഫ്രീ ടൈമിൽ ചെയ്യാറുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ഫേവറേറ്റ് തിങ്സ് എന്താണെന്ന് കേട്ടോ. അത് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ള എല്ലാ സ്റ്റെപ്സ് ഇഷ്ടമാണ്, എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇഷ്ടമാണ്, വിൻറ്റേജ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇഷ്ടമാണ്, പിന്നെ ബുക്സ് ഇഷ്ടമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഒതുക്കില്ല, കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എൻ്റെ മോട്ടിവേഷൻ എന്താണ് ഈ ചാനലിന്, അതായത് ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്തായിരിക്കും എന്നാണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മോട്ടിവേഷനും ഉണ്ടായിട്ടില്ല എനിക്ക് ഈ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് 2020 നമുക്ക് കൊറോണ വന്ന് ലോക്ക്ഡൗൺ വന്നില്ലേ, ആ ഒരു ടൈമിലാണ് ഈ ചാനൽ തുടങ്ങുന്നത്. കാരണം അന്ന് ഭയങ്കരമായിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല എല്ലാവരും പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു എന്നറിയാം. അപ്പോൾ ആ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഓർഡേഴ്സൊക്കെ ക്ലോസ് ചെയ്ത് പേജസിൽ, കാരണം എടുത്തു കഴിഞ്ഞാലേക്ക് അത് കൊറിയർ അയക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ പിന്നെ അത് എടുക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ വീട്ടിലിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്, എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവമില്ല. അപ്പോൾ ഒരു നേരം പോക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അതിൻ്റെ അടുത്ത് പറഞ്ഞ ചാനൽ യൂട്യൂബിൽ തുടങ്ങി നോക്കുക, എന്നാൽ കുറച്ചുകൂടെ ടൈമൊക്കെ പോയി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ അന്നൊന്നും എനിക്ക് യൂട്യൂബിനോട് വലിയൊരു താല്പര്യമില്ല. ഞാൻ അങ്ങനെ യൂട്യൂബ് തുറക്കാറേ ഇല്ലാത്ത ഒരാൾ, അധികം ഫുൾ ടൈം എന്താ പറയുക ഇൻസ്റ്റയിൽ തന്നെ ഇരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങി. പക്ഷേ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. വല്ലപ്പോഴും തോന്നിയാൽ മാത്രം എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അങ്ങനെ പ്രത്യേക പ്രചോദന കാര്യങ്ങളൊന്നും എടുത്ത് പറയത്തക്ക രീതിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേസ് റിവീലായിരുന്നു. ആയിക്കോട്ടെ, അത് കുറേ ഉണ്ടായിരുന്നു. എനിക്കത് എന്താ പറയുക, ഫേസ് റിവീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേസ് റിവീൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളാരും ഇപ്പോൾ അടുത്തൊന്നും എൻ്റെ ഫേസ് റിവീലിങ് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ലണ്ടനത്തെ വ്ളോഗിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടേക്ക് എൻ്റെ ഫേസ് തന്നെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. കാരണം അതിലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്ലാണ്ട് മടിയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ബോധോദയം വരികയാണ്, അങ്ങനെ ഒരു ഫേസ് റിവീൽ ചെയ്തേക്കാം എന്നൊരു ബോധോദയം വരികയാണെങ്കിൽ ഞാൻ കാണിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ അടുത്തൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ മടിയായിട്ടാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്ത ചോദ്യം എൻ്റെ ഏജ് എത്രയെന്നുള്ളതാണ്. എനിക്ക് ഈ മാസം 24 വയസ്സാകും. അപ്പോൾ ഈ ഒക്ടോബർ 19 എനിക്ക് 24 വയസ്സാകുക. പക്ഷേ ഞാൻ ആരെൻ്റെ അടുത്ത് ഏജ് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 24 എന്നല്ല എല്ലായിടത്തും പറയില്ല. ഞാൻ 2024 മുതൽ, അതായത് ജാനുവരി മുതൽ ഞാൻ എൻ്റെ അടുത്ത് ആരും ഏജ് ചോദിച്ചാലും 24 എന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ എൻ്റെ ഏതോ ഒരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഏജിൻ്റെ കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യന് എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് കേട്ടോ. അപ്പോൾ ബ്രൗണു, ബേജ്, വൈറ്റ് അതൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് വൈ ആർ യു സോ എസ്തെറ്റിക്. അതെനിക്ക് ആൻസർ പറയാനും അറിയില്ല. കാരണം എൻ്റെ മൈൻഡിലുള്ള എസ്തെറ്റിക്സിലല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഡ്രീം ലൈഫ് ഇങ്ങനെയല്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഡ്രീം ലൈഫ് വേറെയാണ്. അപ്പോൾ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് അറിയില്ല, എൻ്റെ തലയിലുള്ള എസ്തെറ്റിക്സ് ഇങ്ങനെയല്ല. അപ്പോൾ എനിക്ക് അതിലേക്ക് എത്തണം എന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, അതായത് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല എസ്തെറ്റിക്സ് ആണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്കെന്തോ ഞാൻ വിചാരിച്ച ലെവലിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, നമ്മൾ ഫസ്റ്റിൽ എന്തായാലും ആ ഒരു രീതിക്ക് ആവില്ല. പിന്നെ നമ്മളിങ്ങനെ ഗ്രാജുവലി ആ ഒരു രീതിക്കായി മാറുകയായിരിക്കുമല്ലോ ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീം ലൈഫ് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്നുള്ളത്. അത് ഓഫ് കോഴ്സ് അമബെല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താതിക്കല്ലേ, എനിക്ക് ആളുടെ വീഡിയോസ് ഞാൻ കണ്ടാൽ തന്നെ പിന്നിരുന്ന് കാണും. ആളുടെ ഭയങ്കര അതായത് എന്തോ ഒരു ഭയങ്കര എസ്തെറ്റിക്സ് ഉണ്ട് ആളുടെ വീഡിയോയിലേക്ക്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റർ യൂട്യൂബിൽ കേട്ടോ. ഇൻസ്റ്റയിലും ആൾ ഉണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ വേറെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് വിൻറ്റേജിലും കുറേ ആൾക്കാരുണ്ട്. യൂട്യൂബിൽ എനിക്ക് വിൻറ്റേജിൽ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ആരെയും ഞാൻ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. പിന്നെ ഹുസ്ന ജൊലായി ആളിഷ്ടമാണ്. ഡ്രീം സുഷി ആളിഷ്ടമാണ്. പിന്നെ ലൂട്ടങ് സ്റ്റുഡിയോ അതിഷ്ടമാണ്. പിന്നെ മിച്ച, പിന്നെ മിഞ്ചി, ആ ചാനലുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇനി അടുത്ത ക്വസ്റ്റ്യന് എൻ്റെ ഡ്രീം ജോബ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഡ്രീം ജോബ് എന്ന് പറയുമ്പോഴും എനിക്കൊരു സ്റ്റേഷനറി ഷോപ്പ് ഇടണം. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതെന്ത് ബിസിനസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി ഷോപ്പ് ഇടണം. അപ്പോൾ ഈ സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിലത്തെ വൈബിലുള്ള സ്റ്റേഷനറി ഷോപ്പ് എന്ന് മനസ്സിലാലോചിക്കരുത് കേട്ടോ. അങ്ങനത്തെ അല്ല. എനിക്കൊരു ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവിടെ ഇടണം. എന്നിട്ട് കുറേ ക്യൂട്ടായിട്ടുള്ള സ്റ്റെപ്സും കുറേ എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാനും ഓ മൈ ഗോഡ് എനിക്ക് ഇമാജിൻ ചെയ്യാൻ തന്നെ കഴിയുന്നില്ല. ഞാൻ അത്ര എക്സൈറ്റഡ് ആണെന്ന് പറയില്ല. എന്നിട്ട് എനിക്ക് അതിനനുസരിച്ചുള്ളൊരു ഡ്രസ്സിങ്, അതായത് എന്താ പറയുക, ക്യൂട്ടായിട്ടും എസ്തെറ്റിക് ആയിട്ടുള്ള ഡ്രസ്സിങ്, ഹെയർ ഷോർട്ട് ആക്കണം, എന്നിട്ട് തലയിൽ ബാന്ദന കെട്ടണം, അല്ലെങ്കിൽ ബാരറ്റ്. എനിക്ക് എന്താ പറയുക, ബാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിൻ്റെ കുറേ കളക്ഷൻസ് വേണമെന്നുണ്ട്. തൊപ്പികൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ബാരറ്റാണ്. എൻ്റെ കയ്യിൽ ഒന്നുണ്ട്, പക്ഷേ എനിക്ക് അത് ഓരോക്കെ കുറേ കളേഴ്സ് വേണമെന്നുണ്ട്. എന്നിട്ട് കുറേ കസ്റ്റമേഴ്സ് വരിക, എന്നിട്ട് ഓരോ സാധനങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ ഇങ്ങനെ എടുക്കുക, അതൊക്കെ ഇങ്ങനെ അതായത് സോഷ്യൽ മീഡിയസിലൊക്കെ അപ്ലോഡ് ചെയ്യുക. അതായത് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്യുക. എൻ്റെ ഓൺടർപ്രണർ ലൈഫ് ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് എൻജോയ് ചെയ്യുക. അതിനിടയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ
നമുക്ക് ഒരു 1 വീക്ക് അവർ ട്രെയിനിങ് തരും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനും അപ്പോൾ നമുക്കൊരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. നമ്മുടെ നാട്ടിലൊന്നും പാർട്ട് ടൈം ജോബിൽ പോലും നടക്കില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത് ലണ്ടനിൽ പോയ സമയത്ത് അവിടെ പാർട്ട് ടൈമിനൊക്കെ കയറണം. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള അവിടെ ഒരു കാർഡ് ഫാക്ടറി പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അതായത് ബർത്ത്ഡേ കാർഡ്സ് അങ്ങനത്തെ കുറേ കാർഡ്സ് ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് ഈ ലണ്ടനിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ മനസ്സിലുള്ള അതിൻ്റെ ഷോപ്സ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് വർക്കിൽ കയറണം എന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ PSCക്ക് നാട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് പോരേണ്ട ആവശ്യം വന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വർക്കിന് കയറാൻ പറ്റില്ല, ലണ്ടൻ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയായിട്ടോ എൻ്റെ ഡ്രീം ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യന് അബൌട്ട് മൈ ഫാമിലി. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഉമ്മയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ അനിയന്, അനിയത്തി, പിന്നെ ഞാനും. ഞങ്ങൾ 5 പേരാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ഉപ്പ വില്ലേജ് ഓഫീസിലാണ്, ഉമ്മ ടീച്ചറാണ്, പിന്നെ എൻ്റെ അനിയത്തി +1 പഠിക്കുന്നത്, അനിയന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫാമിലി. ഇനി അടുത്ത ക്വസ്റ്റ്യന് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് DED ചെയ്തു 2 വർഷം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചെയ്തു. ഇപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ 1 ഇയർ കോഴ്സ് ചെയ്യുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഇൻഷാല്ലാ PG കൂടി ചെയ്യണമെന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യന് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആണോ അല്ലേ? ഇനി മോണിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഫസ്റ്റത്തെ പേയ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല. ഞാൻ 2020 ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് 2024 ഓഗസ്റ്റ് മുതലാണ്. അതിൻ്റെ മുന്നേയൊക്കെ ഞാൻ വല്ലപ്പോഴും വന്ന് ഓരോ വീഡിയോസ് ഇട്ടിട്ട് പോകും. ചിലപ്പോൾ ഞാൻ ഇടില്ല. ഇൻസ്റ്റയിലായിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കോണ്ടന്റും ഞാൻ ഇതിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് പോകും അല്ലാണ്ട് വല്ലാണ്ട് ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് 2024 ഓഗസ്റ്റ് മുതൽ ഞാൻ അത് കാരണം എനിക്ക് അറിയാൻ ആ ടൈം മുതലാണ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു എന്താ പറയുക ശ്രദ്ധയും കാര്യങ്ങൾ ഞാൻ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയമാകുമ്പോഴേ കാര്യങ്ങൾ അതുപോലെ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല, പിന്നെ മോണിറ്റൈസ്ഡ് ആവട്ടെ ഇൻഷാല്ലാ. പിന്നെ അടുത്ത ചോദ്യം എൻ്റെ ഫേവറേറ്റ് ഡ്രാമ ഏതാണെന്നാടോ. എൻ്റെ ഫേവറേറ്റ് ഡ്രാമ ഞാൻ അധികം ഡ്രാമ കാണുന്ന ആളാണ്. അപ്പോൾ അതിൽ എൻ്റെ ഫേവറേറ്റ് ഡ്രാമ ഒന്ന് മീറ്റിയർ ഗാർഡനും, ഡൊമിങ്സി, ഹൊസലെ, ഷെൻസായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡ്രാമ. 50 എപ്പിസോഡ് ഉണ്ട്. അതിൻ്റെ ഒറിജിനൽ കൊറിയൻ ആയിരുന്നു ബോയ്സ് ഓവർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ തായ് വേർഷനും ഉണ്ട്. F4 തായ്ലാൻഡ് ഞാൻ കണ്ടിട്ടോ. അപ്പോൾ അതിൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ എനിക്ക് പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡർ ഭയങ്കര ഇഷ്ടമാണ്. സിത്തുമോഗുവൈ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബി യുവർ സെൽഫും അത് ഇഷ്ടമാണ്. കുറേ ഡ്രാമാസ് ഉണ്ട്, പക്ഷേ ഇതാണ് ഒന്നുകൂടി എടുത്ത് പറയാൻ മാത്രം ഫേവറേറ്റ്സ്. പിന്നെ അടുത്ത ചോദ്യം ഫസ്റ്റായിട്ട് വ്യൂസ് കൂടുതൽ വന്ന വീഡിയോ ഏതാണ്? അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ. അതായത് ഈ ചാനൽ ഞാൻ 2020 തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോ ആണ് എനിക്ക് ആദ്യമായിട്ട് ചാനൽ 1K വന്നത്. കാരണം ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് നമ്മളിങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ പോകുമല്ലോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഫസ്റ്റിൽ കാണുന്ന വീഡിയോ അതായിരിക്കുമല്ലോ, അത് മാത്രമല്ല അതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ആയിരുന്നു ആദ്യമായിട്ട് വന്നത്. അടുത്ത ക്വസ്റ്റ്യന് 1K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്ത സമയത്ത് എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്, വാട്ട് യു ഫീൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കാര്യമായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ തോന്നുന്നത്. കാരണം എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 1K എന്ന് പറഞ്ഞാൽ 2K ഉള്ള ആ ഒരു ജേണി ഉണ്ടല്ലോ, അത് ഭയങ്കര സ്ലോ ആയിരുന്നു. വല്ല ഒച്ചരിക്കുന്ന പോലെ ആയിരുന്നു. അടിപ്പാടി സാവധാനം ഇരുന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് ഞാൻ കറക്റ്റായിട്ട് കോണ്ടന്റ് കാര്യങ്ങളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. ആക്റ്റീവ് അല്ലായിരുന്നു കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ എന്താ പറയുക റിഗ്രറ്റ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ടിൽ ഇങ്ങനെ 1K എന്ന് കാണുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ 1Kയുടെ കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യന് കൊറിയൻ ഫുഡ് ഓർ ഇന്ത്യൻ ഫുഡ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ എനിക്ക് ഫുഡിനോട് വലിയൊരു ഒബ്സഷൻ ഇല്ല. കാരണം ഫുഡ് ചിലർക്കുണ്ടല്ലോ എനിക്ക് ആ ഫുഡ് കഴിക്കണം, എനിക്ക് ഈ ഫുഡ് കഴിക്കണം, എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമില്ല. ഫുഡ് കിട്ടിയാൽ ഞാൻ കഴിക്കുന്നല്ലാണ്ട് ഞാൻ ഫുഡിനോട് വലിയൊരു താല്പര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യന് 10K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഗീവ് അവേ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ കുറേ കോമെന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട്. ഗീവ് അവേ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ ഗീവ് അവേ. അപ്പോൾ അതുകൊണ്ട് ട്രെൻഡാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിലവിലൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാനൊരു 25K ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു മെയിൻ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 100K ആണല്ലോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക 25K ആവട്ടെ, ആദ്യം എന്നിട്ട് 50, പിന്നെ 75, പിന്നെ 100. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗീവ് അവേ ചെയ്യാന്നുള്ള പ്ലാൻ. സോ നിലവിൽ ഞാനൊരു ഗീവ് അവേ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. സോറി ഗൈസ്. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഫസ്റ്റ് പെൻപാൾ കിട്ടിയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ്. ഫസ്റ്റ് പെൻപാൾ അയച്ചപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഫോറിൻ ക്രാഫ്റ്റേഴ്സിൻ്റെ വർക്ക്സ് കുറേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അതൊക്കെ ട്രൈ ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പെൻപാൽ എന്നുള്ള ആ ഒരു സംഭവം കണ്ടത് അവരുടേതിലൊക്കെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതൊക്കെ. പക്ഷേ നമുക്ക് ഒരാളെ കിട്ടണമല്ലോ ആദ്യം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടി. ഞാൻ ആദ്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങോട്ടും ലെറ്റർ കിട്ടിയപ്പോഴും മീൻസ് നമുക്കത് വായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ത്വരയായിരുന്നല്ലോ. അതായത് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, എന്തായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ
പിന്നെ ആളതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിൻറ്റേജ് വൈബ് ആയിരുന്നു അത് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര മീൻസ് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ലെറ്റർ ത്രൂ ഒരാൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു മീൻസ് ഫസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല, അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ കുറേ പെൻപാൾസൊക്കെ ചെയ്ത് കുറേ ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി, കുറേ ആൾക്കാരായിട്ട് മീൻസ് ലെറ്റർ ത്രൂ കണക്ഷനൊക്കെ ഉണ്ടായി, ഒക്കെ ഭയങ്കര നല്ല കാര്യങ്ങളായിരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ പെൻപാൾസൊക്കെ ചെയ്ത് അമേരിക്ക, ഇന്തോനേഷ്യ അവിടെയൊക്കെ പെൻപാൾസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടർക്കി അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി എനിക്ക് ഓൾ ഓവർ ദ വേൾഡ് ചെയ്യണമെന്നുണ്ട് ഇൻഷാ അല്ലാ. ഒന്നാമത് സമയം വേണം നമുക്ക് ഇതിനൊക്കെ കാര്യമായിട്ട്. സത്യം പറഞ്ഞാൽ 24 hours കൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ, 34 hours മിനിമം വേണം, എന്നാലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബോത്ത് ഹോം മേക്കർ ആൻഡ് യൂട്യൂബർ ലൈഫ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കേട്ടോ. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അധികം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഉമ്മ ടീച്ചറാണ്, ഉപ്പാക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരാരും ഉണ്ടാവില്ല, വീക്കെൻഡ്സിൽ മാത്രമാണ് അവർ ഓഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്, അതായത് മൺഡേ ടു ഫ്രൈഡേ വരെയൊക്കെ ക്ലാസ് ഉണ്ട്. പിന്നെ ഞാനും ഫ്രീ ആവാം വീക്കെൻഡ്സിൽ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞേക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ മാസത്തിൽ 2 ദിവസമൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക, അല്ലാണ്ട് ഞാൻ കാര്യമായിട്ട് അങ്ങനെ പോകാറില്ല. പിന്നെ അധികം ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ കാര്യമായിട്ട് ജോലിയും കാര്യങ്ങളും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ കിച്ചണത്തെ കാര്യങ്ങൾ അധികം ഉമ്മയാണ് ചെയ്യാറുള്ളത്, ഫുഡ് ഉണ്ടാക്കൽ, കിച്ചൺ ക്ലീൻ ചെയ്യൽ കാര്യങ്ങൾ. കാരണം ഫാദറിനൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ അത് ഉമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കി തന്നെ ശരിയാവുള്ളൂ. ഈ ഫുഡിൻ്റെ ABCD അറിയാത്ത ഞാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കാര്യങ്ങൾ കിച്ചണൊക്കെ ഉമ്മയുടെ സെക്ഷനാണ്. ഞാൻ കാര്യമായിട്ട് ചെയ്യുക വീട് മോപ്പ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. കാരണം അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലേക്ക് അതായത് ഇപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്താൽ മാത്രമേ ഞാൻ പ്രൊഡക്റ്റീവ് ആവാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മണ്ണുന്ന കോഴികളെ പോലെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി നടന്നുകൊണ്ട്. അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും ശരീരം അനങ്ങിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ പ്രൊഡക്റ്റീവ് ആവാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു പണി എടുക്കാറില്ല. കാരണം പണ്ട് മുതലേ എൻ്റെ ഉമ്മ ടീച്ചറായതുകൊണ്ട് ഉമ്മ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോകുക. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഒന്നുമില്ലല്ലോ, ഫുഡൊക്കെ ഇടയിൽ എടുത്ത് തിന്നാത്ര മാത്രമേ നമുക്ക് പണിയുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ 2 ദിവസം ഞാൻ മണ്ണുന്ന കോഴികളെ പോലെ എനിക്ക് പ്രാന്ത് അടിച്ചിട്ട് നിൽക്കില്ല. പിന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുക കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനിലാണൊക്കെ വാഷ് ചെയ്യാറുള്ളത്, കല്ലിലാരും തിരുമ്പാറില്ല. അപ്പോൾ പിന്നെ അതും അങ്ങനെ കഴിഞ്ഞ് പിന്നെ എനിക്കൊരു 1.5 വയസ്സുള്ള ബേബി ഉണ്ട്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളും മദർ ഇൻ ലോ ആട്ടോ നോക്കാറുള്ളത്. കാരണം ഞാൻ രാവിലെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആയിരിക്കും വരെ. അപ്പോൾ അത്രയും സമയം അവൻ ഉമ്മയുടെ കയ്യിലായിരിക്കും. പിന്നെ മദർ ഇൻ ലോൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒബ്സഷൻ. ആൾക്ക് എന്തോ ഒരു പ്രത്യേക ക്രൈസാണ് പിള്ളേരുടെ അടുത്ത്. ഇപ്പോൾ ഞാൻ അത് എന്തെങ്കിലും കാലപ്പറ്റ് 4 ദിവസം എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ആൾ വരും കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ബേബിക്ക് എന്നെക്കാൾ കുറച്ചുകൂടെ താല്പര്യം മദർ ഇൻ ലോനെയും ഫാദർ ഇൻ ലോനായിട്ട്. കാരണം അവൻ്റെ വൈബിന് അവരെ സെറ്റ് ആവുള്ളൂ. ഞാൻ ക്ലാസ് കഴിച്ച് വന്നാൽ എനിക്ക് കോളേജത്തെ കാര്യങ്ങളുണ്ടാവും, പിന്നെ വീഡിയോ എഡിറ്റിങ് അത് ഇതൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. എന്നാലും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, പക്ഷെ എന്നാലും ഞാൻ കുറച്ചുകൂടി ബിസി ആയിരിക്കും. അപ്പോൾ അവൻ്റെ വൈബിന് അവരെ തന്നെ കിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, ആകെ അവർ 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് എൻ്റെ ഹസ്ബൻഡും ആളുടെ ബ്രദറും. അപ്പോൾ ഹസ്ബൻഡും ബ്രദറും ഫാമിലിയും ഒക്കെ ലണ്ടനിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ ആരുമില്ല, ഞാനും ഉമ്മയും എൻ്റെ ബേബിയും, ഞങ്ങൾ 4 പേര് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അവനെ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ കാര്യമായിട്ട് ജോലിയും കാര്യങ്ങളും വീട്ടിലില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് യൂട്യൂബും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ കേട്ടോ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളും പിന്നെ യൂട്യൂബിൻ്റെ ലൈഫും. ഇനി അടുത്ത ക്വസ്റ്റിന്, ഞാൻ ലണ്ടനിൽ പഠിക്കുകയായിരുന്നോ അതോ ജോലിയായിരുന്നോ എന്നാട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ രണ്ടും അല്ലായിരുന്നു, ഞാൻ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു. പിന്നെ എൻ്റെ സാലറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ കാര്യമായിട്ട് വർക്ക് ചെയ്യാത്തത്, അതായത് നമുക്ക് മാസ വരുമാനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടും എനിക്ക് സാലറിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്നേലും അതായത് ഇങ്ങനെ വർക്ക്സ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന പൈസ ഉള്ളൂ, സാലറി എന്ന് പറയാനായിട്ടില്ല. പിന്നെ എൻ്റെ സിബ്ലിങ്സ് 2 പേരാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഏജ്, ഒരാൾക്ക് 18 കഴിഞ്ഞ് ഒരാൾക്ക് 16. പിന്നെ അവരുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു അനിയത്തി ഉണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്. അപ്പോൾ അനിയത്തി +1 പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ പേര് ഷേഹ. പിന്നെ അനിയനുണ്ട്, അവന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്, അവൻ്റെ പേര് ഷാമിൽ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഫ്രൂട്ട് ഒന്നുമില്ല കേട്ടോ, എനിക്ക് എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ്. പക്ഷേ ചക്ക വല്ലാണ്ട് ഇഷ്ടമല്ല, കാരണം എനിക്ക് ചക്കയുടെ സ്മെല്ല് വല്ലാണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ചക്ക ഇഷ്ടമല്ല. ചക്ക കഴിക്കാനും ഇഷ്ടമാണ്, പക്ഷേ ആ സ്മെല്ല് കാരണം ഞാൻ തിന്നാറില്ല. ഇനി അടുത്ത ക്വസ്റ്റൻ, എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ഏതാണെന്ന് കേട്ടോ. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം കഴിക്കും, എല്ലാം ഇഷ്ടമാണ്. നമ്മളെല്ലാം കഴിച്ച് ശീലിക്കണം. കാരണം നമ്മൾ എപ്പോഴും ഒരേ സാഹചര്യത്തിലാവില്ല ജീവിക്കുക. ഞാൻ ലണ്ടനിൽ പോയപ്പോഴാണ് റിയലൈസ് ചെയ്തതുണ്ട്. കാരണം നാട്ടിൽ കിട്ടുന്ന പച്ചക്കറിയൊന്നും അവിടെ കിട്ടാറില്ലായിരുന്നു. അപ്പോൾ അവിടെ എന്താണോ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ മൂഞ്ചിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എല്ലാതും കഴിച്ച് ശീലമാവുക, എല്ലാത്തിനോട് യൂസ്ഡ് ആവാൻ ശ്രമിക്കുക, എന്നാലേ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റിന്, ആർ യു മാരീഡ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ മാരീഡ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റിന്, റീസൺ ഫോർ സ്റ്റാർട്ടിങ് ദിസ് ചാനൽ. ഞാൻ പറഞ്ഞല്ലോ, അതിന് കാര്യമായിട്ട് റീസണൊന്നും ഇല്ല, ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. അതായത് ബോറടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചാനലായിരുന്നു ഇത്. ഇനി അടുത്ത ക്വസ്റ്റിന്, ഹു വിൽ ഗിവ് യു മോർ സപ്പോർട്ട് ടു ടേക്ക് ദ ചാനൽ ഫോർവേഡ്. അത് എൻ്റെ അനിയത്തി ആട്ടോ. കാരണം അവളാണ് എന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്ത് വീഡിയോ എഡിറ്റ് ചെയ്യാത്ത, എന്ത് വീഡിയോ എടുക്കാത്ത, എന്താ നിനക്ക് കോണ്ടന്റ് ഐഡിയ കിട്ടുന്നില്ല അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കേട്ടോ, ആളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ ആൾക്ക് ചെയ്തു തരാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റിന്, ഞാൻ ലണ്ടൻ ജസ്റ്റ് വിസിറ്റ് ചെയ്തതായിരുന്നോ അതോ എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജോബും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളങ്ങനെ കാണാൻ പോയതായിരുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റിന്, ആർ യു സ്റ്റുഡൻറ്റ്? ഞാൻ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റിന്, ഹു ഈസ് യുവർ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ? അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അമബെല്ലെ, അതാണ് എൻ്റെ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ. പിന്നെ വാട്ട് ഡു യു വെൻ ഫീൽ സ്ട്രെസ്ഡ്?
ഈ ക്വസ്റ്റിന് കാര്യമായിട്ട് ഉത്തരം പറയാനുണ്ട്. കാരണം എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ ഹസ്ബൻഡ് പറയും, ഞാനും അതുപോലെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഞങ്ങൾ ഭയങ്കര ഓവർ തിങ്കേഴ്സാണ്. പിന്നെ ഭയങ്കര ടെൻഷൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ പറയും, ഈ ഉമ്മയൊക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്നിപ്പോൾ എന്താ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ടെൻഷൻ അടിക്കുക, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഉമ്മയൊക്കെ രാവിലെ തന്നെ എണീക്കുന്നത് എന്ന് പറയട്ടോ. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു എക്സസൈസ് യൂട്യൂബ് നോക്കിയിട്ട് വല്ല യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്ന് ശരീരം ഇളകുമല്ലോ, അപ്പോൾ ചെറുതായിട്ടൊരു ക്ഷീണം ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒരു ലോഫി സോങ് പ്ലേ ചെയ്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങും ഞാൻ. അത് ചിലപ്പോൾ ഒന്ന് 1 hour ഉറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പവർ നാപ്പ് അടിക്കും. പിന്നെ നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ ആ നേരത്തെ നമ്മൾ ചിന്തിച്ച് കൂട്ടിയാൽ അത്ര ഒരു ഗാഢത ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആ കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിട്ടോ. കാരണം പിന്നെ നമ്മൾ ആ ഉറക്കപ്രാന്തലും കാര്യത്തിലേക്ക് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ അധികം സ്ട്രെസ്ഡ് ആകുമ്പോൾ അങ്ങനെയായിട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ, അതായത് എനിക്ക് ലൈഫിൽ നെഗറ്റിവിറ്റി വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ഞാൻ മാക്സിമം കുറക്കാൻ നോക്കും. എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ മീൻസ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്യാൻ തന്നെ നിൽക്കില്ല. പിന്നെ അതുപോലെ നമ്മുടെ ലൈഫിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവരെ എൻ്റെ അടുത്ത് കടുപ്പിക്കാറില്ല. ഞാൻ അവരുടെ പരിസരത്തേക്കും പോകാറില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല നെഗറ്റിവിറ്റി ലൈഫിൽ വരുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതാണ് എൻ്റെ മെൻ്റൽ ഹെൽത്തിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് സ്ട്രെസ്സായി നമുക്ക് വെറുതെ ഒരു അസുഖങ്ങൾ വരുത്തി വെക്കണ്ടല്ലോ. എനിക്കും മറ്റുള്ളവരുടെ ലൈഫിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കുക. നമ്മൾ ആരുടെയും ലൈഫിൽ ഒരു നെഗറ്റിവിറ്റിയും കൊടുക്കാതെ ഇരിക്കുക. നമ്മളുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റി വരുന്നത് നമ്മൾ മാക്സിമം തടയുക. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഒരു ലൈഫേ ഉള്ളൂ. അത് നമുക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളും വേണം. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ഒബ്സസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ, എനിക്ക് സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, പിന്നെ എൻ്റെ ലൈഫിൽ സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ കൊണ്ടാണ്, അതായത് ഇപ്പോൾ നാളെ എക്സാമാണ് അത് ആലോചിച്ചിട്ടാണ്, അല്ലെങ്കിൽ മാർക്ക് കുറയും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക വേറെ ഉള്ളത് വഴിയിൽ തങ്ങില്ല, എന്തായാലും അത് പറ്റും. അത് നമുക്ക് ഓൾറെഡി പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നമ്മളതിൽ വെറുതെ സ്ട്രെസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ഫാമിലി സപ്പോർട്ട്. എൻ്റെ ഫാമിലി സപ്പോർട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് പഠിക്കുക, ജോലി കാര്യങ്ങൾ, അതിനോടൊക്കെ ഭയങ്കര താല്പര്യം. പക്ഷേ ഇങ്ങനെ ഈ കോണ്ടന്റ് ക്രിയേഷന്, അതല്ലെങ്കിൽ ഞാൻ ഈ സ്മോൾ ബിസിനസ് ചെയ്യുക, അതിനോട് അവർക്ക് വലിയൊരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിൽ മുഴുകി പോകും. ചിലപ്പോൾ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതായിരിക്കും, പിന്നെ അതിലങ്ങോട്ട് ഒബ്സസ്ഡ് ആയിട്ട് അത് തീർത്തിട്ട് മതി വേറെ കാര്യം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കലൊക്കെ വൈകുന്നേരം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ചീത്ത പറയും. പിന്നെ അതുപോലെ എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രാത്രി ഉറക്കൊഴിച്ചിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യും. എനിക്കെന്തോ നമുക്ക് അതിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലാണ്ട് ഒബ്സസ്ഡ് ആവും, പിന്നെ അതൊന്നും എടുക്കാൻ തോന്നൂല. അപ്പം അങ്ങനെ 3 മണി 4 മണി വരെയൊക്കെ റൂമിൽ ഇങ്ങനെ ലേറ്റ് കാണും. പിന്നെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉറക്കൊഴിച്ച് ചെയ്യുന്നത് കൊണ്ട് വീട്ടിലിങ്ങനെ ചീത്ത പറയും. അപ്പം എന്നെ ചെയ്യാൻ അയക്കില്ല. എൻ്റെ അടുത്ത് പറയും, എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം, ഇവിടെ ഞാൻ വർക്കിന് പോകുന്നുണ്ടെന്ന്, എൻ്റെ ഉമ്മ വർക്കിന് പോകുന്നുണ്ട്, അപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടൊന്നും വേണ്ട ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറയും. അപ്പോൾ ഞാൻ പറയും, ഞാൻ അതുകൊണ്ടല്ലേ, എനിക്ക് ജസ്റ്റ് ഒരു ടൈം പാസ്, ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറയും, അപ്പോൾ കുറച്ച് ചെയ്യുക, അല്ലാണ്ട് ഇങ്ങനെ ഉറക്കൊഴിച്ച് ഫുഡ് കഴിക്കാണ്ടിരുന്ന് ചെയ്യല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ചീത്ത പറയും. ഇപ്പോഴും എൻ്റെ ഉമ്മ എന്നെ ഇങ്ങനെ ചീത്ത പറയാറുണ്ട്. കാരണം ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഞാൻ വീടെത്തുമ്പോൾ ആകെ ക്ഷീണിച്ചിട്ടായിരിക്കും. പിന്നെ ആകെ റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന സമയമായിരിക്കും ശനി ഞായറും. ആ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ചീത്ത പറയും, നിനക്കൊന്ന് ഒതുങ്ങി ഇരുന്നൂടെ എന്ന് അറിയേണ്ട അടുത്ത്. അപ്പോൾ ഞാൻ പറയും, ഇതൊക്കെ രസമല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ലൈഫ്, ഇതൊക്കെ അല്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയാം. പിന്നെ അടുത്ത് പറയുന്നത് അതിനനുസരിച്ചിട്ട് ഫുഡും കറികളും കഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരക്കടില്ല, അത് ഇത് പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറയും. പിന്നെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാറായി. പിന്നെ എൻ്റെ ലൈഫിലെ ഹാപ്പി ഇൻസിഡൻറ്റും അങ്ങനെ പറയാൻ, എൻ്റെ മാരേജ് കഴിഞ്ഞതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ അതൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക, ലൈഫിൽ നല്ല മൊമെൻറ്റ്സ് അല്ലേ, നമ്മൾ സ്നേഹിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നതൊക്കെ. പിന്നെ എനിക്ക് ബേബി ഉണ്ടായത്, അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് പറയത്തക്ക രീതിക്ക് എനിക്ക് എല്ലാ കാര്യത്തിലും ഞാൻ മാക്സിമം ഹാപ്പിനെസ് കണ്ടെത്തും. എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും എനിക്ക് ഹാപ്പിയാണ്. നമ്മൾ അങ്ങനെ ഹാപ്പി ആവാൻ ശ്രമിക്കണം, എന്നാലേ നമുക്ക് ലൈഫ് ഒന്നുകൂടെ പോസിറ്റീവായിട്ട് ഇരിക്കുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഞാൻ സാഡ് ആയിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാറുള്ളത് എന്നൊക്കെ. ഞാൻ സാഡ് ആയിരിക്കുന്ന ഒരു സമയം എന്ന് പറയാൻ മാത്രമേ ഒന്നും ഉണ്ടാവില്ല, എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. ആ ടൈമിൽ ഞാൻ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഫിലിം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള കോണ്ടന്റ് ഐഡിയാസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം ലൈഫിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ ഡ്രീം ലൈഫിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇനി നടക്കില്ല എന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്യാനൊരു രസമാണ്. ഇപ്പോൾ ചിലവരൊക്കെ പറയും നമ്മളൊരു കാര്യം നേരത്തെ പ്ലാൻ ചെയ്യരുത്, അത് നടക്കില്ല. ഇപ്പോൾ ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പറയും. പക്ഷേ ഞാൻ പറയും, അത് നമ്മൾ പ്ലാൻ ചെയ്യുക, നമുക്ക് ആ പ്ലാൻ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഓക്കെ, നടക്കില്ല എന്നുള്ളത് വേറൊരു പാർട്ട്, അത് നമ്മൾ മാറ്റി വിടുക. നമ്മൾ ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇനി നടന്നാലും ഇല്ലെങ്കിലും കുറച്ച് സമയമല്ലേ നമ്മൾ ആ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ എന്താ പറയുക, അത്രയും ബിസിയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്
അതല്ലേ ഒന്നുകൂടെ രസം. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിരുന്ന് എൻ്റെ ഡ്രീം ലൈഫ് പ്ലാൻ ചെയ്തു. എൻ്റെ അനിയത്തിനെയും വിളിച്ച് കൂട്ടാറുണ്ട്. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇരുന്ന് ഡ്രീം ലൈഫ് പ്ലാൻ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കും. അത്രയൊക്കെ തന്നെ ഞാൻ സാഡ് ആകുമ്പോൾ ചെയ്യാറുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിന് യൂട്യൂബ് സാലറി കേട്ടോ. എനിക്ക് യൂട്യൂബ് സാലറി ഒന്നും ഇല്ല ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റിന് ഹൂ ഈസ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ലണ്ടനിൽ എൻ്റെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഫാമിലിയും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു അവിടെ. ഉമ്മാനും ഉപ്പാനും കൂടാണ്ട് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് താല്പര്യമില്ല. കാരണം അവർ സൗദിയിലായിരുന്നു സെറ്റിൽഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നീണ്ട 10-22 വർഷം അവർ അവിടെ തന്നെ ആയിരുന്നു. ഹസ്ബൻഡ് പഠിച്ചതും വളർന്നതൊക്കെ സൗദിയിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു അടുത്ത 5 വർഷമായിട്ടാണ് ഇപ്പോൾ അവർ നാട്ടിൽ സെറ്റിൽ ആയത്. അപ്പോൾ അവർ പറയുന്നത് ഇനി ലണ്ടൻക്ക് എവിടേക്കില്ല, ഇത്രയും കാലം വിദേശത്തായിരുന്നു, ഇനി നാടും വീടും ഫാമിലിയും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ, ഇനി അതാണ് വേണ്ടേ, പ്രായമായി വരില്ലേ എന്ന് പറഞ്ഞിട്ട് അതാണ് വേണ്ടത്. ലണ്ടൻക്കൊന്നും ഇനി ഇപ്പം അടുത്തൊന്നും ഞങ്ങളില്ലാതെ പറഞ്ഞിട്ടും അവർ ലണ്ടൻക്ക് വന്നിട്ടില്ല. അപ്പോൾ ലണ്ടനിൽ ഞമ്മല്ലോ ബ്രദറിലും ഫാമിലിയും എൻ്റെ ഹസ്ബൻഡുമാണ് ലണ്ടനിലുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റിന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മന്തായി എന്നല്ല ചോദിക്കേണ്ടത്, എത്ര കൊല്ലമായി എന്ന് ചോദിക്കണം. ഞാൻ 2020 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിന് വാട്ട് ഇൻസ്പയർ ടു സ്റ്റാർട്ട് യുവർ ചാനൽ ആൻഡ് ഹൗ ഡിഡ് യു കം വിത്ത് ദ കോണ്ടന്റ് യു ക്രിയേറ്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കോണ്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ അധികം ഫോറിൻ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് അതുപോലെയൊക്കെ ചെയ്യണം തോന്നാറ്. ഇനി അടുത്ത ക്വസ്റ്റിന് എൻ്റെ വീഡിയോസിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഏതാണ്, പിന്നെ അത് എന്തുകൊണ്ടാണെന്നായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ 3 വീഡിയോസ്, അതായത് ലോങ് വീഡിയോസ് ചെയ്തതിൽ വെച്ചിട്ടേക്ക്, അതായത് ആദ്യമായിട്ട് 5K വ്യൂസ് കിട്ടിയത് പ്രെപ്പിംഗ് ഫോർ ഓഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തതിനായിരുന്നു. അത് എന്തുകൊണ്ട് അത്ര റീച്ചിൽ കയറി എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പുതിയൊരു മാസം തുടങ്ങില്ലേ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം എന്നുള്ള രീതിക്ക് ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്ത വീഡിയോ ആണത്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതുപോലെ എല്ലാവർക്കും ലൈഫ് കുറച്ച് ഓർഗനൈസ് ആയിട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർ ചിലപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുന്നതൊക്കെ അല്ലാണ്ട് അറിയില്ല കേട്ടോ അത് എന്തുകൊണ്ടാണ് അത്ര റീച്ചിൽ കയറിയെന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് താങ്ക്ഫുൾ ആണ് എന്നുള്ളതാട്ടോ. ഞാൻ എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്, ഗോഡിനോടും വീട്ടുകാരോടും. അപ്പോൾ അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് എൻ്റെ എഡ്യൂക്കേഷന്. കാരണം പാരൻസ് നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും പഠിക്കാൻ പറ്റിയതിനോടും നമ്മളെ പാരൻസ് ഇത്ര പഠിപ്പിച്ചതുകൊണ്ടും നമ്മൾ അവരോട് ഗ്രേറ്റ്ഫുൾ ആണ്, പിന്നെ ഗോഡിനോടും ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജീവിത രീതിയാണ് എനിക്കുള്ളത്. അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താ പറയുക, അതിനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്, താങ്ക്ഫുൾ ആണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഫാമിലി, അത് നമുക്കൊരു പുതിയ ഫാമിലി ആണല്ലോ, അപ്പോൾ അതൊക്കെ കിട്ടിയതിനോടും, കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് അത്രയും നല്ല എന്താ പറയുക പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഗ്രേറ്റ്ഫുൾ ആണ്, ഗോഡിൻ്റെ അടുത്തും പിന്നെ എൻ്റെ പാരൻസിൻ്റെ അടുത്തും. കാരണം അവരെൻ്റെ ഈ ഒരു റിലേഷനെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ ബേബി, അതിന് ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ എനിക്ക് ലൈഫിലുണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ലൈഫിലുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. എന്നാൽ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും ലൈഫിൽ നടന്നു എന്ന് വരില്ല. ചിലപ്പോൾ എനിക്ക് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു എന്ന് വരില്ല, നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടന്നു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഹൗ ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം. അത് ഞാൻ നേരത്തെ എൻ്റെ ഹോബീസിൽ പറഞ്ഞല്ലോ, സിനിമ കാണുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫ്രീ ടൈം. പിന്നെ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ, വീഡിയോ എഡിറ്റ് ചെയ്യലും വീഡിയോ ഷൂട്ട് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ഫ്രീ ടൈം മൊത്തത്തിൽ ചിലവഴിച്ച് പോകല്. ഇനി അടുത്ത ക്വസ്റ്റ്യന് എൻ്റെ പെർഫെക്റ്റ് ഡേ എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പെർഫെക്റ്റ് ഡേ എന്ന് പറയുന്നത് രാവിലെ ഒരു മാക്സിമം ഒരു 8 മണിക്ക് എണീക്കുക, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു ദിവസം മൊത്തത്തിൽ പ്രൊഡക്റ്റീവ് ആവാൻ കഴിയും. ജേർണലിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് മാക്സിമം അതൊക്കെ കവർ ചെയ്യാമെന്ന് ശ്രമിക്കുക. അതായത് ഒന്ന് ഓർഗനൈസ് ആയിട്ട് പോകണം, ഞാൻ എനിക്ക് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയണം. അങ്ങനത്തെ ദിവസങ്ങളാണ് എന്നെ സംബന്ധിച്ച് പെർഫെക്റ്റ് ഡേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കോട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് എടുത്ത് പറയത്തക്ക രീതിക്കൊന്നുമില്ല. ഇങ്ങനെ എല്ലാ കോട്ട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒക്കെ വായിച്ച് നോക്കും. ചിലത് മീൻസ് രസമായിട്ട് തോന്നിയാൽ നല്ല കോട്ടാണ് എന്നുള്ള രീതിക്ക് ചിന്തിക്കും എന്നല്ലാണ്ട് അങ്ങനെ പ്രത്യേകം എടുത്ത് പറയത്തക്ക രീതിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അടുത്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡു യു ലൈക്ക് കോഫി ഓർ ടീ. യെസ്, കോഫി. ഞാൻ കോഫി പേഴ്സൺ ആണ്. ഇനി അടുത്ത ക്വസ്റ്റിന് വാട്ട് ടൈപ്പ് മ്യൂസിക് യു ഹിയർ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സോങ്സ് ഇഷ്ടമാണ്. ഞാൻ അധികം കേൾക്കാറ് കുറച്ച് കാമായിട്ടുള്ള സോങ്സാണ്. എനിക്കിങ്ങനെ എന്താ പറയുക പോപ്പ് അങ്ങനത്തെ മ്യൂസിക് ഇഷ്ടമാണ്, ഓരോ മൂഡിനനുസരിച്ചിട്ട്. പക്ഷേ ഞാൻ കുറച്ച് പീസ് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കുറച്ച് എന്താ പറയുക സ്ലോ ആയിട്ടുള്ള സോങ്സിനോട് ഇഷ്ടം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അനൂപ് ജെയിനും നിങ്ങൾക്ക് അറിയുണ്ടാവും, എൻ്റെ ഫേവറേറ്റ് സിംഗറാണ്. അപ്പോൾ ആളുടെ സോങ്സ് എല്ലാത്തേക്കും ഭയങ്കര റീസെൻ്റ് ആയിട്ടുള്ള ജോ തുമ്മരഹോ അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും കേട്ടുകൊണ്ട് വെച്ചിട്ട് നല്ല രസമാണ്. കാരണം നമുക്കൊരു പ്രത്യേക വൈബ് കിട്ടും. കുറച്ചുകൂടെ നമുക്കൊന്ന് മനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമാവാനും നമുക്കൊന്നൊരു പീസായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നല്ല മൂഡിലാണ് എന്തെങ്കിലും വർക്കോ റൂം ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക ടൈലർ സ്വിഫ്റ്റിൻ്റെ സോങ്സ് കാര്യങ്ങളൊക്കെ ഇടും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടൈലർ സ്വിഫ്റ്റ്, ഷോൺ മെൻഡസ് അവരുടെ സോങ്സൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മ്യൂസിക്കിനെ കുറിച്ചിട്ടുള്ളത്. എല്ലാ സോങ്സും ഇഷ്ടമാണ്. ഒക്കെ ട്രൈ ചെയ്ത് നോക്കും. രസമായിട്ട് തോന്നുന്നതൊക്കെ ഫോളോ ചെയ്ത് പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകും കേട്ടോ.
പിന്നെ ഞാൻ എൻ്റെ 10th പഠിക്കുന്ന സമയത്തായിരുന്നു സോങ്സിനൊക്കെ ഭയങ്കര ഒബ്സഷൻ. അന്നൊക്കെ നല്ല ബോളിവുഡിലൊക്കെ നല്ല സോങ്സ് ഉണ്ടായിരുന്നു 2016 ആ ഒരു ടൈമിലൊക്കെ. ഇപ്പോഴൊന്നും അങ്ങനത്തെ അത്ര നല്ല സോങ്സ് ഒന്നും ഇല്ല. അന്നത്തെ ആ ഒരു ബോളിവുഡിൻ്റെ ഇറം അത് ഭയങ്കര ഒരു എന്താ പറയുക നല്ല നല്ല സോങ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴുണ്ട്, പക്ഷേ അന്നത്തെ ആ ഒരു സോങ്സിനായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സോങ്സും ഇപ്പോഴില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇഫ് യു ഹാവ് അൺലിമിറ്റഡ് മണി ടു സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് വാട്ട് വുഡ് യു ഡു? മണിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങണം. കുറേ കൊറിയൻ, ജാപ്പനീസ്, ചൈനീസ് അങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങണം. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യന്, വിച്ച് ഏജ് ഡു യു സ്റ്റാർട്ട് യുവർ ജേർണൽ? എനിക്ക് തോന്നുന്നത് ഞാനൊരു +1 +2 ആ ഒരു ടൈമിലാണ് ജേർണലിങ് കാര്യങ്ങൾക്കൊക്കെ മീൻസ് എപ്പോഴാണ് അതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ മുമ്പൊക്കെ എനിക്ക് ഇങ്ങനെ ഈ ഡെയിലി ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 10th 8th പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ എന്താ പറയുക എൻ്റെ ഫ്രണ്ടിനൊക്കെ വേണ്ടിയിട്ട് സ്ക്രാപ്പ് ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഡയറീസൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ ഡയറീസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതൊക്കെ. അതൊക്കെ ഞാൻ ഇനി ഷോർട്സിൽ കാണിക്കുന്നുണ്ട്. അതിൽ കുറേയൊക്കെ എന്താ പറയുക കേട് വന്ന് പോയി. അങ്ങനെ ഒരു 3-4 ഉണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എന്താ പറയുക അന്നൊക്കെ എനിക്ക് കുറേ ഹിന്ദി സീരിയലുകൾ സിനിമകളൊക്കെ കാണുന്നൊരു വൈബായിരുന്നു. അന്ന് എന്താ പറയുക ഒരു ഇസ് പ്യാർ കോ ക്യാം നാം തും, പിന്നെ മേരി ആഷിക്കി തുംസെ, അങ്ങനെ കുറേ സീരിയലുകൾ കാണുന്ന സമയം. പിന്നെ കുറേ ബോളിവുഡ് മൂവീസൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത്. അതൊക്കെ 2016 ആ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. അന്നത്തെ ബോളിവുഡ് മൂവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ ഫേവറേറ്റ് ഫോട്ടോസൊക്കെ ഇതുപോലെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ച് വെക്കും. എന്നിട്ട് ആ മൂവീസിനെ കുറിച്ചിട്ട് അതൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടി വെക്കും. അങ്ങനെയൊക്കെ ഒരു പ്രാന്തുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ഇതുപോലെയൊക്കെ തന്നെ. എന്നിട്ട് അവളൊക്കെ ഒരു ഡയറി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഹിന്ദിയിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടൊക്കെ അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ജേർണലിംഗ് എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിന്, എൻ്റെ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആരാണ്? അതായത് ജേർണലിംഗ് ചെയ്യുന്നതിൽ എൻ്റെ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്ററും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലൂട്ടിങ് സ്റ്റുഡിയോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആളുടെ ജേർണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കാണാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റിന്, വിൻറ്റേജിനോട് ഇത്ര ഇഷ്ടം എങ്ങനെയാണ് എന്ന് തുടങ്ങിയത്? അത് എനിക്കും അറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു സമയത്ത് വിൻറ്റേജിനോട് ഒരു താല്പര്യം വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിപ്പോയി അതിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫോറിൻ ക്രാഫ്റ്റേഴ്സിൻ്റെ വർക്ക്സ് നന്നായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ കാണുമ്പോഴും ഞാൻ അധികം എന്താ പറയുക ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനത്തെയൊക്കെ ഓരോ വർക്ക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ എനിക്ക് പൊതുവേ എന്താ പറയുക യൂറോപ്പ് കൺട്രീസ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വൈബ് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അറബ് കൺട്രീസിനേക്കാളും പൊതുവേ ഇഷ്ടം കൂടുതൽ യൂറോപ്പ് കൺട്രീസിനോടാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ വൈബും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു എനിക്ക് വിൻറ്റേജിനോട്. പിന്നെ ലിറ്ററേച്ചർ ഞാൻ പഠിച്ചതുകൊണ്ടും അതും ഒരു കാരണമാണ്. എനിക്ക് ലിറ്ററേച്ചർ പഠിച്ചതുകൊണ്ട് വിൻറ്റേജിനോട് കുറേ ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിൻറ്റേജിനോട് ഉള്ള ഇഷ്ടം വന്ന് തോന്നുന്നു. ഒരു ഉത്തരം കിട്ടാത്തൊരു ക്വസ്റ്റ്യനാണ് അതൊക്കെ, എങ്ങനെയെന്ന് ഓർമ്മയില്ല കേട്ടോ എൻ്റെ ആ വിൻറ്റേജിൻ്റെ വൈബ് എങ്ങനെയാണ് എന്നിൽ വന്നതെന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഡു യു മിസ് ലണ്ടൻ? യെസ്, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും പോകണമെന്നുണ്ട്. പിന്നെ ഞാൻ 6 മന്തിൻ്റെ കോഴ്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ സാർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഞാൻ 1 ഇയർക്ക് അത് ചാടിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 6 മന്ത് തന്നെ ചെയ്താൽ മതിയായിരുന്നു. എന്നേക്ക് 6 മന്ത് കഴിഞ്ഞ് പിന്നെ ലണ്ടനിൽ പോയിരുന്നല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ലണ്ടൻ മിസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഹാവ് യു ട്രൈഡ് ബ്രഷ് പെൻ കാലിഗ്രഫി? നോ. എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണത്. ഞാനത് വിചാരിച്ചിട്ടായിരുന്നു ബ്രഷ് പെന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്യാംലിൻ്റെത്. അതായത് ഫസ്റ്റിലല്ല, അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടൊക്കെ അതുപോലെ ഇങ്ങോട്ട് ആ ഒരു ഫിനിഷിങ് വരുന്നതന്നെല്ലാം. ഇനി അത് ചെയ്ത് പഠിക്കണം എന്നുണ്ട്, സെറ്റാക്കി എടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. എനിക്ക് അങ്ങനെ ചെയ്യുന്ന പിള്ളേരെയും ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് പൊതുവെ ഇങ്ങനെ ആർട്ടിസ്റ്റിക്കായിട്ട് വൈബുള്ള പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റിന്, വിച്ച് ഓൾ ഡ്രാമാസ് വിൽ യു ബി ജേർണലിംഗ് ഇൻ യുവർ ഡ്രാമ ജേർണൽ? അങ്ങനെ ചോദിച്ചാൽ ഏതൊക്കെയോ കുറേ ഉണ്ട്. എൻ്റെ പഴയൊരു ഡ്രാമ ജേർണൽ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പത്തെ ഒരു വീഡിയോ ആയിരുന്നു തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബൈൻഡിങ് റിങ് വെച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏതൊക്കെയോ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് എടുത്ത് തപ്പിയിട്ട് നോക്കേണ്ടി വരും. അതിപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എന്തായാലും അത് സാധ്യമാവില്ല. ഒരുവിധം എല്ലാതും ഉണ്ട്. ഞാൻ അന്നത്തെ ടൈമിൽ കണ്ട ഏറെക്കുറേക്ക് ഇഷ്ടമായതൊക്കെ ഉണ്ട്. എനിക്ക് കാണാൻ താല്പര്യം തോന്നുന്നത് മാത്രമാണ്. ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ അത് എനിക്കിഷ്ടമായത് തന്നെയാണ് ഞാൻ പൊതുവേ കാണാറുള്ളതും. അപ്പോൾ എന്തായാലും ആ ഡ്രാമാസിൻ്റെ ഒക്കെ അതിലുണ്ട്. ഞാൻ ഇനി ഒരു ദിവസം അത് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടെ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റിന്, ഡു യു ഡു ആർട്ട്? ഐ മീൻ സ്കെച്ചിങ് ഓർ എനിത്തിങ്? എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പണ്ടെങ്ങാണ്ടോ ചെയ്തിരുന്നു ഇങ്ങനെ പോർട്രേറ്റ് കാര്യങ്ങളൊക്കെ വരക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇങ്ങനെ കുറിച്ചൊക്കെ ഓരോന്ന് വരച്ചിട്ട് അന്നൊരു കഴിവുണ്ടായിരുന്നു. പിന്നെ കുറേ കാലം അത് നമുക്ക് തിരിയാത്തതുകൊണ്ട് തോന്നും ഇപ്പം എനിക്ക് ആ സ്കില്ലില്ലേ ഇല്ല. ഞാൻ വരക്കട്ടാന്ന് പറഞ്ഞാലും എൻ്റെ കൈ അതിന് വഴങ്ങില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ എനിക്ക് പെയിൻറ്റിങ് കാര്യങ്ങളോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. ചിത്രം വരയ്ക്കാൻ പണ്ട് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അന്നും പെയിൻറ്റിങ്ങിനോട് താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴും പെയിൻറ്റിങ്ങിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവർ ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അങ്ങനെ ഇനി അടുത്ത ക്വസ്റ്റ്യന്, നെയിൽസിൽ ബ്ലാക്ക് ഹെന്നയാണോ അതോ നെയിൽ പോളിഷ് ആണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ രണ്ടുണ്ട് കേട്ടോ. ഞാൻ നെയിൽ പോളിഷ് ഇടാറുണ്ട്, ബ്ലാക്ക് ഹെന്ന ഇടാറുണ്ട്. എനിക്ക് രണ്ടും ഇടാൻ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടും ഇടാറുണ്ട്. ഇന്നാളൊരു കോമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതോ ഒരു വീഡിയോയുടെ താഴെ ഒരു കുട്ടി കോമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ റിയൽ മുസ്ലിം ആണോ എന്തിനാ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുള്ളതെന്ന് വെച്ചിട്ട്. ഞാൻ എന്താ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നെയിൽ പോളിഷൊക്കെ ഇടുന്നത് ഇപ്പോൾ ഒരു തെറ്റാണോ?
എന്തെപ്പോഴും പിള്ളേർ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വല്ല ചെറിയ കുട്ടി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ല കുറച്ചൊരു പ്രായത്തെ ആൾക്കാരൊന്നും അങ്ങനെ ചോദിക്കില്ലല്ലോ. എനിക്ക് പൊതുവെ നെയിൽ പോളിഷൊക്കെ ഇടാൻ ഇഷ്ടം കേട്ടോ, കാരണം നല്ല ഭംഗിയില്ല നമ്മുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നിസ്കരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളതുണ്ട്. പക്ഷെ നമ്മൾ ഫുൾ ടൈം, അതായത് നമ്മൾ ഡെയിലി ഇടുന്നില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഇടാൻ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ഇടുക. പിന്നെ ഇപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള റിമൂവർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാറുണ്ട്. പിന്നെ എനിക്ക് പീരിയഡ്സും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്തൊക്കെ ഞാൻ നെയിൽ പോളിഷ് ഇടാറുണ്ട് കേട്ടോ, ലെഫ്റ്റ് ഹാൻഡിൽ. കാരണം എനിക്കിഷ്ടമാണ്, നമുക്ക് അതൊക്കെയാണ് നമ്മുടെ ഹാപ്പിനെസ് എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെന്ന ഉണ്ടാവാറുണ്ട്. ബ്ലാക്ക് ഹെന്ന കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നെയിൽ പോളിഷ് ഇടും. എനിക്കിഷ്ടമാണ് പേഴ്സണലി, അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്യുന്നു. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേറെ ആർ യു ലൊക്കേറ്റഡ് ഇൻ UK? ഞങ്ങൾ UK ലെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. ഞാൻ ആയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ നോട്ടിങ്ങം എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്ക് മാറി, കാരണം എൻ്റെ ബാബിയുടെ റിലേറ്റീവ്സ് ഉണ്ട് അവിടെ, അപ്പോൾ അവർ അങ്ങോട്ട് മാറി എല്ലാവരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കൊരു ബേബി ഉണ്ടോ എന്നായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി ബേബി ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ബേബി ഉണ്ട്, ആൾക്ക് 1.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് എമിർ അബ്രാം, അതാണ് പേര്. പിന്നെ വാട്ട്സ് യുവർ ഹസ്ബൻഡ്സ് ജോബ്? എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോബ് എന്താണെന്ന്, ആൾക്ക് ബിസിനസ്സാണ്, അവിടെ ലണ്ടനിൽ ബിസിനസ്സാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലണ്ടൻ ഓർ ഇന്ത്യ? അതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ക്വസ്റ്റ്യന്. സത്യം പറഞ്ഞാൽ ലണ്ടൻ. എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇന്ത്യനേക്കാളും ഇഷ്ടം ലണ്ടനാണ്. കാരണം നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് കൺട്രിയാണ്, അപ്പോൾ അതിൻ്റെതായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഒരു വൈബ് വെച്ചിട്ട് എനിക്ക് എന്തോ എൻ്റെ വൈബിന് പറ്റിയ സ്ഥലം ലണ്ടനാണ്. ലണ്ടൻ ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാ യൂറോപ്പ് കൺട്രീസും എൻ്റെ വൈബിന് മാച്ചാണ്. പക്ഷെ അതിൽ ഞാൻ ഇപ്പോൾ പോയിട്ടുള്ളത് യൂറോപ്പ് കൺട്രി എന്നല്ല, ലണ്ടനാണ് ഇപ്പോൾ ഞാൻ പോയിട്ടുള്ളത്, വെസ്റ്റേൺ കൺട്രീസിൽ. അപ്പോൾ ലണ്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സ്കോട്ട്ലാൻഡ് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്കോട്ട്ലാൻഡിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് ലണ്ടനാണ്. എന്ത് രസമാണ് അറിയാം, എന്ത് വിൻറ്റേജ് എസ്തെറ്റിക്കാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും കൾച്ചർ ഓക്കെയാണ്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളോട്ട് യോജിക്കുന്നില്ല, പക്ഷെ ചില കാര്യങ്ങളോട്ട് യോജിക്കുന്നുണ്ട്. പിന്നെ അവിടെ ലിവിങ് എക്സ്പെൻസ് കുറച്ച് ഹൈ ആണ് നമ്മൾ ഇന്ത്യ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഇൻകം കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ അവിടെ ഉണ്ട് അങ്ങനെ. പക്ഷെ എന്നാലും ലണ്ടൻ ഈസ് ജസ്റ്റ് ഈ കിഡ്നി പോകണമെന്നുണ്ട്. ഞാനാണെങ്കിൽ നാട്ടിലൊരു PSCക്ക് അപ്ലൈ ചെയ്തിട്ടു. അപ്പോൾ 2 PSC ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുത്തിട്ട് അത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ PSC ബാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നാട്ടിൽ വന്നതല്ലേ, പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സും കൂടെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ എക്സ്ട്രോവേർട്ട് ഓർ ഇൻട്രോവേർട്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടുമാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇൻട്രോവേർട്ട് ആയിരിക്കും. പിന്നെ ഞാൻ പൊതുവേ അങ്ങനെ ഒരു പീപ്പിൾ പേഴ്സൺ അല്ല. ഞാനങ്ങനെ എന്താ പറയുക, അധികം ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് എപ്പോഴും എൻ്റെ ഡെസ്കിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളോട് എനിക്ക് ഒന്നുകൂടെ താല്പര്യം. അല്ലാണ്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ചിറ്റ് ചാറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും എനിക്ക് വല്ലാണ്ടൊരു താല്പര്യമില്ല. എനിക്ക് ഫുൾ ടൈം എൻ്റെ റൂമിൽ തന്നെ ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് ഇരിക്കുക, റൂമിൽ ഡെസ്കിൻ്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഹാപ്പി പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ റൂമാണ്. റൂം എൻ്റെ ഡെസ്കിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആ ഒരു എനിക്ക് അത്രയും ഒരു കംഫർട്ട് സോൺ വേറെ എവിടെയും കിട്ടാറില്ല. അപ്പോൾ ഞാൻ അധികം ഒരു റൂമിൽ ഒതുങ്ങിക്കൂടിയാണ് ചെറുതായിട്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സിംഗറും അങ്ങനെ ടൈലർ സ്വിഫ്റ്റിൻ്റെ സോങ്സ് എല്ലാം ഇഷ്ടമാണ്. ടൈലർ സ്വിഫ്റ്റിനെ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഫേവറേറ്റ് അർജിത് സിംഗ്, ആതിഫ് അസ്ലാം, അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ എല്ലാവരും നല്ല സോങ്സ് എല്ലാം എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് എടുത്ത് പറയത്തക്ക രീതിക്ക് അങ്ങനെ ആരുമില്ല കേട്ടോ. പിന്നെ ഫേവറേറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴേ എന്താ ഉദ്ദേശിച്ചത്, DIY ക്രാഫ്റ്റ് ആണോ? ഞാൻ പൊതുവേ DIY പ്രോജക്ട്സ് അല്ലാണ്ട് ചെയ്യാറില്ല. എനിക്ക് പൊതുവേ DIYസിനോട് വലിയൊരു താല്പര്യമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ സ്ക്രാപ്പ് ബുക്കിംഗ്, കാർഡ് മേക്കിംഗ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്രാഫ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക്സ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ടോ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക്സും. ഇതൊക്കെ എന്താ പറയുക, വിൻറ്റേജിലും ഈ വർക്ക്സ് ഇഷ്ടമാണ്, അതുപോലെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വർക്ക്സിലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക്സാണ്. അപ്പോൾ ഇതിൽ ഏത് വർക്ക് എനിക്ക് ഇഷ്ടമായ എന്നുള്ളതൊന്ന് കോമെൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡു യു മേക്ക് ഫ്രം ദിസ് ആൻഡ് ഈസ് ദിസ് യുവർ ഹോബി? ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഹോബിയാണ്. പിന്നെ ഇതിനൊന്നും ഏൺ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. സോ യൂട്യൂബിൽ നിന്ന് ഞാനൊന്നും ഏൺ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അതായത് ഞാൻ പറഞ്ഞല്ലോ ക്രാഫ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റ വഴി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിപ്പെൻസ്, ഓരോ വർക്കിന് അതിൻ്റേതായ ഓരോ പ്രൈസ് അങ്ങനെ കിട്ടുന്നു, അത്രേ. പിന്നെ ഫേവറേറ്റ് ഫുഡ്, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഫുഡ് പേഴ്സൺ അല്ല, അതുകൊണ്ട് ഞാൻ ഫേവറേറ്റ് ഫുഡ് പറയാനില്ല. പിന്നെ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ എല്ലാ ഫുഡും ഇഷ്ടമാണ്, അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയത്തക്ക രീതിക്കൊന്നുമില്ല, എല്ലാതും ഇഷ്ടമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബിഗിനേഴ്സിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ എന്നുള്ള രീതിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോണ്ടന്റ് ക്രിയേഷൻ റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് നല്ല എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമ്മൾ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മാക്സിമം പോസിറ്റിവിറ്റി മാത്രം ലൈഫിൽ കൊണ്ടുവരിക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ലൈഫിലേക്ക് മാക്സിമം അടുപ്പിക്കാതിരിക്കുക. നമ്മൾ ആ പരിസരത്തേക്ക് പോകേണ്ട നമ്മളെ പരിസരത്തേക്കും ഒരു നെഗറ്റിവിറ്റിയും കൊണ്ടുവരാതിരിക്കുക. പിന്നെ നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇനിയിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നല്ല കമൻറ്റ് ചെയ്യും. ഇനി ആ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അതിൽ ചോദിക്കും.
ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഒരു സജഷൻ എന്നുള്ള രീതിക്ക് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ ചില ആൾക്കാരെ കണ്ടിട്ടില്ല ഇങ്ങനെ വെറുതെ നെഗറ്റീവ് കോമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെറുതെ ആൾക്കാരെ വെറുപ്പിക്കുന്നത്. ഇതിൻ്റെ ആവശ്യം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. വെറുതെ നമ്മൾ കാരണം വേറെയുള്ളവർക്ക് ഇതിനെ ശല്യമാവുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും. പിന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഹാപ്പി ആക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി വേറെയുള്ളവർ ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെയുള്ളവർ എന്തെങ്കിലും പറയുന്നത് മെയിൻ ചെയ്യേണ്ട. ഇത് നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇനിയിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടൻറ്റ് ക്രിയേഷനും ചെയ്യുക. ഫസ്റ്റിലൊന്നും ചിലപ്പോൾ റീച്ച് കിട്ടിയെന്ന് വരില്ല. എന്നെപ്പോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം അരിച്ചരിച്ച് വന്നത്. ഇപ്പോഴാണ് പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഓഗസ്റ്റ് മുതലാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടൊക്കെ വന്ന് തുടങ്ങി. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, കുറേ നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റീച്ചില്ല അല്ലെങ്കിൽ വ്യൂസില്ല പറഞ്ഞിട്ട് നമ്മൾ അതിൽ സങ്കടപ്പെടേണ്ട. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അത് മാത്രം ചിന്തിക്കും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് എല്ലാ കാര്യത്തിനും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും കാര്യം നടക്കാത്തുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും അതിൻ്റെ സമയമായിട്ടുണ്ടാവില്ല, സമയമാവുന്ന സമയത്ത് അത് ശരിയാവും. നമ്മൾ മാക്സിമം ലൈഫിൽ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യന് എസ്തെറ്റിക് ഓർ വിൻറ്റേജ് ഓർ ക്യൂട്ട്. സത്യം പറഞ്ഞാൽ ഇത് 3 ഇഷ്ടമാണ് കേട്ടോ. അതിലിപ്പോൾ നമ്മൾ 100 റേറ്റിംഗ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എസ്തെറ്റിക്സിനും അതുപോലെ വിൻറ്റേജിനും 100 ഉണ്ട്, ക്യൂട്ടിന് 90. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് വേസ്റ്റ് മൂവി ഏതാണെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ പേരെടുത്ത് പറയാനിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ തലയിലില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരു 4-5 ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം എൻ്റെ ബ്രദറിലോയാണ്. ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും നമുക്ക് മൂവി നൈറ്റ് ആക്കാം. എന്നിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ടാവും, സ്നാക്സും കാര്യങ്ങളും ഡ്രിങ്ക്സും ഒക്കെ സെറ്റായി നമ്മൾ കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. എന്നിട്ട് ബ്രദറിലോയാണ് മൂവി സജസ്റ്റ് ചെയ്യുക കേട്ടോ. ഞാനും ഹസ്ബൻഡും ബാബിയും പിന്നെ ബ്രദറിലോ ഞങ്ങൾ 4 പേരായിരിക്കും മൂവി കാണാം. എന്നിട്ട് ആൾ പറയാം IMDb റേറ്റിംഗ് അടിപൊളിയാണ്, തേങ്ങീനെ വാങ്ങിയാണ് ചക്കീണെന്നൊക്കെ പറയുന്നിട്ട് നമ്മളിരുന്ന് കാണും. എന്നിട്ട് ലാസ്റ്റ് പകുതിയാകുമ്പോൾ ആൾ പറയാം ഒയ്ക്ക് ഉറക്കാണെന്നുണ്ട് ഞാൻ പോകണമെന്നുണ്ട്. ആൾ എണീറ്റ് പോകും. എന്നിട്ട് ഞങ്ങളിത് കഥയുടെ തുമ്പും ഉണ്ടാവില്ല വാലും ഉണ്ടാവില്ല. അല്ല അതിപ്പോൾ എന്താ നടന്നത്, ഇവനെന്താ പറ്റിയ ആ ഒരു അവസ്ഥയിൽ അന്ത വിട്ട് കുന്തൊഴുങ്ങി ഞങ്ങളിരുന്ന് കാണുന്നുണ്ട്. ശോക പടയിരിക്കും. പിന്നെ മനസ്സിലാവും നമ്മൾ പെട്ടതാണ്. പിന്നെ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ 3 പേരും കൂടെ ഇട്ട് ആളെ ഇട്ട് റോസ്റ്റ് ആക്കിയിട്ടിട്ടാവും. ഇനി മാതിരി ഉളപ്പടങ്ങളായിട്ട് വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റോറീസ്. എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്നെക്കുറിച്ചൊരു ധാരണ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ വിചാരിച്ചതിലേറെ ലോങ് ആയിട്ട് ഇതിലേറെ ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് അവസാനം ഞാൻ നിർത്തി കുറേ എഡിറ്റ് ചെയ്തതും ഇരുന്ന്. ഇനി ഇതിലും കുറേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ അപ്പോൾ ബൈ.